അപ്പോൾ ഇപ്പം സമയം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുഞ്ചുരു ബേബിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കസിൻ വിളിച്ചിട്ട് ഓർമ്മടി നീ എന്തിനാണ് കൊച്ചിനെ വിടുന്നത്, ക്ലാസ്സിൽ ഇപ്പോൾ വിടണം എന്തിനാ, ഇനി അടുത്ത ആഴ്ച തുടങ്ങി ക്ലാസ്സിൽ പോകേണ്ടതല്ലേ, കുറച്ച് ദിവസം വീട്ടിലെടുത്തെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് ഇനിയിപ്പോൾ സ്കൂളിലോട്ട് പോകുമ്പോൾ കുറച്ചൊരു പ്രശ്നം വരാണ്ടിരിക്കുക, അതായത് എന്നെ കാണാണ്ടിരിക്കുമ്പോൾ അതിലൊരു പ്രശ്നം വരാണ്ടിരിക്കാനാണ് കേട്ടോ ഞാൻ ഇപ്പം അംഗനവാടി വിടുന്നത്. ഇതാണ് നമ്മുടെ ചുഞ്ചുരുവിൻ്റെ അംഗനവാടി. അടുത്ത് തന്നെ കുറേ വീടുകളുണ്ട് കേട്ടോ, തൊട്ടടുത്തടുത്തല്ല എന്നാലും കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് നേരത്തെയാണ് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. 3:30 ആകുമ്പോൾ കേട്ടോ ചുഞ്ചുനെ വിടുന്നത്. ഇന്ന് ഞാൻ 3:20 എത്തിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അംഗനവാടിയിൽ. ഇപ്പോൾ ഇവരുടെ പ്രവേശനോത്സവമൊക്കെ ആവാറായിട്ടുണ്ട്. ഇവരുടെ അല്ല, പുതിയ കുട്ടികളുടെ. ചുഞ്ചുരുവിനൊക്കെ യാത്രയപ്പുണ്ട്, വേറെ സ്കൂളിലോട്ട് പോവാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കടയിൽ കയറിയിട്ടുണ്ട്. ചുഞ്ചുരു ബേബീനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചുഞ്ചുരു ബേബി അവിടെ ചെന്ന് ഇങ്ങനെ ആലോചിക്കട്ടെ എന്താ മേടിക്കണ്ടേ എന്നൊക്കെ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മിഠായി നിർബന്ധമാണ് എവിടെ പോയാലും. ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് മിഠായി തീറ്റ കൂടുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനറി കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിൽ പോകുന്ന വഴി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വേറൊരു കടയിൽ കയറിയായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം മേടിക്കാൻ കയറിയായിരുന്നു, അത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തെ കടയിലും കൂടി കയറി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചുഞ്ചുരു ബേബി വെള്ളമൊക്കെ കുടിച്ചോ നോക്കാം കേട്ടോ. പിന്നെ ബാഗിൽ നിന്ന് ടൗലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടയിൽ കയറിയപ്പോൾ 3 പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചുഞ്ചുരു ആണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ പോപ്കോൺ ഉണ്ടാക്കാൻ കേട്ടോ. ഇത് ജസ്റ്റ് കുക്കറിൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുള്ളൂ. നമ്മളിത് പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഉണ്ടല്ലോ ഈ പ്രാവശ്യം വാങ്ങിച്ചത് ഇത്തിരി സ്പൈസിയുടെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പാക്കറ്റ് ഇപ്പോൾ പൊട്ടിച്ചിട്ടു, 1 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടോ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാക്കറ്റിൽ പൊട്ടിച്ചേക്കിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെക്കുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും സെറ്റായിട്ട് വരും. പിന്നെ ചുഞ്ചുരു ബേബിക്കുള്ള പാല് എടുത്ത് വെക്കും. കുറച്ച് രാവിലത്തെ പാലിൽ നിന്ന് കുറച്ച് വൈകുന്നേരത്തേക്കും കുറച്ച് മാറ്റി വയ്ക്കും. അങ്ങനെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ പോപ്കോൺ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുഞ്ചുരു ബേബിക്ക് കഴിക്കാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബാക്കി കുറച്ച് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തേക്ക്. പിന്നെ ചുഞ്ചുരു ബേബിനുള്ള പാല് തളിച്ച് വന്നിട്ടുണ്ട്. ചുഞ്ചുരു ബേബിക്ക് പാലൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ എത്ര നിർബന്ധിച്ച് കൊടുക്കണേന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചുഞ്ചുരുവിന് പാല് കുടിക്കാൻ മടിയായെന്നും തന്നെ ഞാൻ ബൂസ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചുഞ്ചുരു ബേബീൻ്റെ ഫേവറേറ്റ് കപ്പാണ് കേട്ടോ. ഇതിൽ വേണം ചുഞ്ചുരു ബേബി പാല് കുടിക്കുള്ളൂ. വേറൊരു ഗ്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് വേണ്ട, ആൾ ഇതിൽ തന്നെ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ബൂസ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പാലിൽ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ് കുടിക്കാൻ. പാല് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ആൾ കുടിക്കില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ ചുഞ്ചുരു ബേബിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓട്ടോ ചാട്ടമൊക്കെ പതിവാണ്. ചുഞ്ചുരു ബേബിനെ വേഗം ഡ്രസ്സൊക്കെ ഇടിച്ച് നിർത്തിട്ടോ. അതൊരു തുള്ളിക്കളിയാണ് ചുഞ്ചുരു ബേബിക്ക്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടും. അതിൻ്റെ ഇടയിൽ ടാറ്റ ബൈ സിയോ കുറക്കെ പറയുന്നുണ്ട്. ചുഞ്ചുരുവിന് വേഗം ചായയും സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടോ. പിന്നെ ഞാനൊരു കട്ടൻ കുടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബായ്.